എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ചക്കക്കുരുവും ചീരയും കൂടെ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ചീരയും പരിപ്പും കൂടെയൊക്കെ നമ്മൾ കറി വെക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾ ചക്കക്കുരുവും ചീരയും കൂടെ വെച്ചിട്ട് കറി വെക്കാറുണ്ടോ? ഞങ്ങളുടെ നാട്ടിലെ ഈ ചീരയ്ക്ക് സാമ്പാർ ചീര, കൊഴുപ്പ് ചീര എന്നൊക്കെയാണ് പറയാറുള്ളത്. ചില സ്ഥലത്ത് കൊളുമ്പി ചീര എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ചീരയ്ക്ക് എന്താണ് പറയാറുള്ളത്? അതൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഇത് മാത്രം ഇട്ടിട്ടല്ല കറി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ വള്ളിച്ചീരയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. വള്ളിച്ചീര, പന്തൽ ചീര എന്നൊക്കെ പറയുന്ന ചീര ഇതാണ്. ഇത് വള്ളിയായിട്ടാണ് പോവുക, ഇങ്ങനെ പടർന്നുകൊണ്ട് പോണ ചീരയാണ്. നാട്ടിൽ നിന്നും വിത്ത് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ചീരച്ചെടി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പച്ച മാത്രമായിട്ടുള്ളതും കിട്ടുന്നുണ്ട്. ഇവിടുന്ന് ഈ ചീര കറി വെക്കാൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂത്ത തണ്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പിടിച്ച് കിട്ടുന്നുണ്ട്. 2 ചീരയും പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 10-18 ചെറിയുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. അത് വട്ടത്തിൽ അരിഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയുള്ളി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വലിയുള്ളി ചേർത്താലും മതി. ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വലിയുള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതലായിട്ടൊന്നും ചേർക്കരുത്, ഒന്ന് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകിനകത്തേക്ക് ഉണക്കമുളക്, എരിവിനാവശ്യമുള്ള ഉണക്കമുളക് ഇടുക. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണക്കമുളക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇടുക. പിന്നെ വട്ടത്തിൽ അരിഞ്ഞ് ചെറിയുള്ളി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് ഒന്ന് ചെറുതായി വാട്ടിയെടുക്കാം. ഒരുവിധം വാടി വന്ന ശേഷം അതിനകത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചീരയും കൂടെ ഇട്ട് കൊടുക്കുക. ചീര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ചക്കക്കുരു എടുത്തിട്ട് വേവിക്കാൻ വെക്കാം. ഇവിടെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചക്കക്കുരു എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലാണ് ചക്കക്കുരു ഇട്ടിട്ടുള്ളത്. കാരണം നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കുക്കറിലാണെങ്കിൽ. ചട്ടിയിലാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം തന്നെ സമയം വേണം അതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ കുക്കറിലിട്ട് നന്നായിട്ട് ചക്കക്കുരു വേവിച്ചെടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് ഉടയ്ക്കുകയും ചെയ്തു. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉടയ്ക്കാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. കാരണം അതൊന്ന് ഇടയിൽ നമ്മൾ കറി കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ണങ്ങൾ ഉടയ്ക്കാണ്ട് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ കഷ്ണങ്ങളും നമ്മൾ നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുത്തു. ചക്കക്കുരു ഇവിടെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ചീര ആദ്യം വാട്ടുന്ന സമയത്ത് അതിൽ വേണമെങ്കിൽ ഉപ്പിടാം, പക്ഷെ നോക്കിയിട്ട് വേണം ഇടാൻ. ഇവിടെ ചക്കക്കുരുവിൽ നമ്മൾ എത്ര ഉപ്പിട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് പാകം നോക്കിയിട്ട് വേണം ചീരയിൽ ഉപ്പിടാൻ. ഉടച്ചെടുത്ത ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചീര വഴറ്റുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിനകത്തേക്ക് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എരിവും കൂടെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് മുളക് പൊടി ചേർക്കാൻ. അതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാൻ വെക്കുക. അതൊന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ വാട്ടിയെടുത്ത ചീരയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ യോജിപ്പിക്കാം. ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 വേണമെങ്കിൽ ചേർക്കാം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ചീര ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. കാരണം ചീര നന്നായിട്ട് വാട്ടിയെടുത്തതാണ്. അതേപോലെ ചക്കക്കുരു ഇവിടെ നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ട് പിന്നെ തിളപ്പിക്കണമെന്നില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കറി റെഡിയായി. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തേങ്ങ, ജീരകം, ഒരു ചെറിയുള്ളി ഇതെല്ലാം കൂടെ അരച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. തേങ്ങ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അതൊന്ന് ചൂടാക്കിയെടുക്കുക നല്ലോണം. കൂടുതൽ തിളപ്പിക്കാൻ നിൽക്കരുത്. ചക്കക്കുരു ചേർത്ത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ അരയ്ക്കാണ്ട് വെക്കുമ്പോൾ നല്ല സ്വാദുണ്ടാവും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതേപോലെ ഈ ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് അതിലേക്കൊരു തക്കാളി ഇട്ടാലും നന്നായിരിക്കും. തക്കാളി ഇടണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.